US-മായി ഇടക്കാല കരാറിനുള്ള സാധ്യത തേടി ഇന്ത്യ. 90 ദിവസത്തെ വ്യാപാര ഇടവേളയിൽ US-യുമായുള്ള ബന്ധം സുദൃഢമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഓട്ടോ ഘടക വ്യവസായം $145 ബില്യൺ എത്തുമെന്ന് നീതി ആയോഗ്. കയറ്റുമതി $20 ബില്യൺ നിന്ന് $60 ബില്യൺ മൂന്നിരട്ടിയാവുമെന്നും പ്രതീക്ഷ. മുംബൈയിലെ സബർബൻ ട്രെയിനുകൾക്കായി ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ സിസ്റ്റം 5.0 അവതരിപ്പിക്കും. തിരക്കേറിയ ട്രെയിൻ സർവീസിന് അത്യാധുനിക സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രാലയം. സൗദിയുടെ സൗദി എയർലൈൻസിന് പ്രവർത്തനങ്ങളിലെ സമയനിഷ്ഠയ്ക്ക് ആഗോളതലത്തിൽ 1ാം സ്ഥാനം. 94% സമയനിഷ്ഠയോടെ സൗദിയ 16,000 സർവീസുകളാണ് നടത്തുന്നത്. ചരിത്രത്തിലാദ്യമായി 70,000 കടന്ന സ്വർണ്ണവില. സംസ്ഥാനത്തെ സ്വർണം ഗ്രാമിന് 25 രൂപ ഉയർന്ന് 8,770 രൂപയും പവന് 200 രൂപ വർദ്ധിച്ച 70,160 രൂപയുമായി.